سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة سلام عليكم ادخلوا الجنة بما كنتم تعملون. صدق الله مولانا العلي العظيم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنت الذي لولاك ما خلق امرؤ كلا ولا خلق الورى لولاك. أنت الذي ناداك ربك مرحبا ولقد دعاك لقربه وحباك. أنت الذي فينا سألت شفاعة ناداك ربك لم تكن لسواك. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സമാദരണീയരായ പണ്ഡിതന്മാർ, മുതഅല്ലിമുകൾ, കാരണവന്മാർ, ഉമ്മപങ്കന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പിഞ്ചുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, ബന്ധുമിത്രങ്ങളെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ മൗത്തായി പോയവരോട് സർവശക്തനായ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി ഒരാമുഖത്തിന്റെ ആവശ്യമില്ല. വളരെ വിശാലമായ നമ്മുടെ വിഷയം പറഞ്ഞെത്തിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.
അതുകൊണ്ട് ഒരു മുഖവരയും കൂടാതെ ഇന്നലെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണ്. ഒരു രോഗിയുടെ നില അത്യാസന്നമായി തുടരുകയാണ് എന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹുവെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടാക്കിക്കൊടുക്കാൻ ശ്രമിക്കണമെന്നും രോഗി മനസ്സിൽ അല്ലാഹുവിൽ നല്ല പ്രതീക്ഷയോടുകൂടി കഴിയണമെന്നും പറഞ്ഞുകൊണ്ടാണ് നാം ഇന്നലെ നിർത്തിയത്. ഇനി ഇദ്ദേഹത്തിന്റെ നില വഷളാവുകയാണ്, അല്ലെങ്കിൽ മരണം സംഭവിക്കുവാൻ പോവുകയാണ്, അപകട നിലയിലാണുള്ളത്, മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണ് എങ്കിൽ പരിചാരകരായ നാം ആ രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് സംഗതികൾ ഉണ്ട്. അതിൽ ഒന്നാണ് കലിമ ചൊല്ലിക്കൊടുക്കുക. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, ലഖിനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്ന് മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം. ശഫീഉനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ അവസാനമായി കേൾക്കുന്നതും അല്ലാഹ്, പറയുന്നതും അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ മരിക്കാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരഖിലവും പറഞ്ഞതിൽ ഏറ്റവും ബഹുമാനമുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണെന്ന് ഹബീബായ നേതാവ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കലിമയും ചൊല്ലി മരിച്ചാൽ അതിന്റെ വലിയ ബഹുമാനം ഹദീസുകളുടെ താളുകളിൽ സ്ഥലം ലഭിച്ചിട്ടുണ്ട്. മഹാനായ അംറു റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നി ലഅഅലമു കലിമതൻ ലാ യഖൂലുഹാ അബ്ദുൻ ഹഖ്ഖാ മിൻ ഖൽബിഹി. എനിക്കൊരു വാചകമറിയാം, ഒരു കലിമത്ത് അറിയാം, ഏതൊരാളും മനസ്സിൽ തട്ടി സത്യസന്ധമായി അതങ്ങ് പറഞ്ഞാൽ ഫയമൂതു അലാ ദാലിക, അതിന്റെ മേൽ ആയി അവൻ മരിക്കുകയും ചെയ്താൽ ഇല്ലാ ഹുർരിമ അലന്നാർ, നരകം അവന് നിഷിദ്ധമാക്കപ്പെടാതിരിക്കുകയില്ല. ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ഇതുപോലെ
ധാരാളം ഹദീസുകളുണ്ട്. ഉദാഹരണത്തിന് ഒറ്റ ഓരോന്ന് പറഞ്ഞതാണ്. അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ആഖിബത്ത് നന്നായി കിട്ടുക, അവസാനം ഈമാന് ഖൽബിൽ ഉറച്ചു കിട്ടുക, കലിമ ചൊല്ലി മൗത്താകാൻ കഴിയുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ്. കാരണം പിശാച് അവന്റെ ഒടുക്കത്തെ ശ്രമം ആ സമയത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ കലിമ ചൊല്ലി മുവഹിദായി ഈമാൻ ഉറപ്പിച്ച് മൗത്തായാൽ നേരെ സ്വർഗത്തിലേക്കാണ്. അവന്റെ എല്ലാ ബുദ്ധിമുട്ടും അതോടുകൂടി തീരുകയാണ്. പിശാചത്തെ സമ്മതിക്കൂല, കൊണ്ടുപിടിച്ച ശ്രമം നടത്തും. എങ്ങനെയെങ്കിലും അവനെ പിഴപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഒരു നിയമവും കൂടി ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. മരണം ആസന്നമായ ആൾക്ക് വെള്ളം കുടിപ്പിക്കണം, തണുത്ത വെള്ളം. ശീല നനച്ചു അവന്റെ ചുണ്ടുകൾ തുടച്ചുകൊണ്ടിരിക്കണം. വെള്ളം ആവശ്യമുണ്ടെന്ന് കണ്ടാൽ നിർബന്ധമാണതെല്ലാം എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം പിശാച് വെള്ളപാത്രവുമായി വരുമത്രേ. എന്നിട്ട് മരിക്കാൻ പോകുന്ന ഈ മനുഷ്യനോട് ചോദിക്കും, നിനക്ക് വെള്ളം വേണമോ? ഞാൻ വെള്ളം തരാം, പക്ഷേ ഞാനല്ലാതെ വേറെ ദൈവമില്ല എന്ന് നീ സമ്മതിക്കണം. എന്നാൽ ഞാൻ നിനക്ക് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഈ മരിക്കാൻ പോകുന്ന മനുഷ്യനെ സമീപിക്കുന്നു. അവന്റെ വഞ്ചനയിൽ അകപ്പെട്ട് പിശാച് ദൈവമാണെന്ന് സമ്മതിച്ചു വെള്ളം കുടിച്ച് ചത്തുപോയാൽ അതുവരെ എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ നിലക്ക് സൂഉൽ ഖാത്തിമത്ത് സംഭവിക്കുന്നതിന് തൊട്ട് പടച്ച റബ്ബ് നമുക്കൊക്കെ കാവൽ നൽകട്ടെ. മുമ്പ് കാലത്ത് ഒരു കുട്ടിയെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കുന്ന സമയം മുതൽ കാരണവന്മാർ ഈ ഘട്ടത്തിൽ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നതിന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൺമറഞ്ഞു പോയ ഉമ്മാമമാർ നമ്മയൊക്കെ തൊട്ടിലിട്ട് ആട്ടിയപ്പോൾ ചൊല്ലിയ പദ്യമാണ്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. മരണത്തിന്റെ സക്കറാത്തിന്റെ അതിശക്തമായ വേദന അനുഭവിക്കുമ്പോൾ, ഒരുപാട് ദുഃഖങ്ങൾ അവനെ അലട്ടുമ്പോൾ, വിരഹ ദുഃഖം വേട്ടയാടുമ്പോൾ ഇബ്ലീസ് കൂസുമായി കസുമായി വെള്ളത്തിന്റെ പാത്രവുമായി വന്ന് വഞ്ചനയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ സന്ദർഭത്തിൽ ശപിക്കപ്പെട്ട പിശാചിനെ ആട്ടി ഓടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇതുറക്കെ പ്രഖ്യാപിച്ച് മരിക്കുവാനുള്ള തൗഫീഖിന് ബദരീങ്ങളാൽ തുണ റബ്ബനാ. അങ്ങനത്തെ പാട്ടും ബൈത്തുമൊക്കെ പോയി. ഇപ്പോഴതൊക്കെ ആർക്കെങ്കിലും അറിയൂ? ഇടക്ക് വിവരം കേട്ട ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു. അവയിലൊക്കെ ശിർക്കും ബിദ്അത്തും മറ്റുമാണെന്ന് ഉദ്ഘോഷിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമില്ലാതെ ആൾഭരമില്ലാതെ വിരിമാറുമായി അടർക്കളത്തിലേക്ക് എടുത്തു ചാടിയ ധീര രക്തസാക്ഷികളെ വെച്ചുകൊണ്ടല്ലാതെ ആരെ വെച്ച് ചോദിക്കുവാനാണ് ആ കലിമത്ത് പറയുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ചിന്തിച്ചില്ല. ശിർക്കും കുഫറുമാണെന്ന് പറഞ്ഞു. ഇപ്പോഴെന്ത് സംഭവിച്ചു? മനുഷ്യന്റെ അധമ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന പാശ്ചാത്യ സംഗീതം സ്ഥാനം പിടിച്ചു. ഒരൊറ്റ മുജാഹിദിനും ബേജാറില്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കും ദുഃഖമില്ല. പക്ഷേ മുസ്ലിമീങ്ങളെ പഴമയിലേക്ക് തിരിച്ചു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് കാവൽ നൽകുമാറാകട്ടെ. വലിയ ബേജാറിന്റെ ഘട്ടമാണത്. ആ ഘട്ടത്തിൽ കലിമ ചൊല്ലാൻ നമ്മുടെ ഉപ്പാക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, ഉമ്മാക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മരണാസന്നനായ മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ട ഒരു സേവനമാണ്. അല്ലാഹുവിന്റെ റസൂല് പലർക്കും കലിമ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, പലരും അതേറ്റ് ചൊല്ലിയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഈ പരിശുദ്ധമായ സൂക്തം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിച്ചുകൊള്ളണം, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിച്ചുകൊള്ളണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അത്തരത്തിലുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും അതിശക്തരുമായ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും. അല്ലാഹു ആ മലക്കുകളോട് എന്തൊന്ന് കൽപ്പിക്കുന്നുവോ അതിനവർ വിപരീതം പ്രവർത്തിക്കുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു എന്ത് കൽപ്പിക്കുന്നുവോ അതങ്ങനെ തന്നെ അവർ പ്രവർത്തിക്കുന്നവരാണ്. ആ തരത്തിലുള്ള ശക്തന്മാരായ പരുഷ സ്വഭാവമുള്ള മലക്കുകളെ നരകത്തിന്റെ കാവൽക്കാരായി അല്ലാഹു നിർത്തിയിട്ടുണ്ട്. ഒരധർമ്മകാരിയതാ വരുന്നു, മലക്കുകളെ അവരെ പിടിക്കുക, അവനെ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് അല്ലാഹുവിന്റെ ഓർഡർ വന്നാൽ വയഫ്അലൂന മാ യുമറൂൻ. പിന്നെ താമസമുണ്ടാവുകയില്ല, അവരതങ്ങ് നടപ്പിലാക്കും. ആ മലക്കുകളെ നിർത്തിയിട്ടുള്ള നരകമുണ്ടല്ലോ, വഖൂദുഹൻ നാസു വൽ ഹിജാറ. അതിനെ വെച്ച് കത്തിക്കുന്നത് മനുഷ്യരെയാണ്, കല്ലുകളെയാണ്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഓതി കേൾപ്പിച്ചു. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, ഹിജാറത്തു ജഹന്നം കഹിജാറത്തി ദുനിയാ യാ റസൂലല്ലാഹ്. നരകത്തിലെ കല്ലുകൾ ദുനിയാവിലെ കല്ലുകളെ പോലെയാണോ? നരകത്തിലെ പർവ്വതങ്ങൾ ദുനിയാവിലെ പർവ്വതങ്ങളെ പോലെയാണോ? ഈ നിലക്ക് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, വല്ലദീ നഫ്സീ ബിയദിഹി. എന്റെ ആത്മാവ് ഏതൊരുത്തന്റെ പക്കലാണോ അവന് തന്നെ സത്യം.
ലസഖറത്തും മിൻ സഖരി ജഹന്നമ, നരകത്തിലെ ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു പാറ, അഅളമു മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, ദുനിയാവിലെ എല്ലാ പർവ്വതങ്ങളെക്കാളും വലുതാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ വന്യവയോധികനായ മനുഷ്യൻ ബോധരഹിതനായി വീണുപോയി. നരകത്തെ സംബന്ധിച്ച്, അതിലെ ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഖുർആൻ സൂക്തവും അതിന്റെ വിശദാംശവും ഹബീബായ നേതാവിൽ നിന്ന് കേട്ടപ്പോൾ അത് താങ്ങാനാകാതെ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണുപോയി, ഹൃദയം തകർന്നുപോയി. തങ്ങൾ ഉടനെ തന്നെ പ്രസംഗം നിർത്തി അദ്ദേഹത്തെ സമീപിച്ചു. ആ വയസ്സ് ചെന്ന മനുഷ്യന്റെ ഹൃദയമിടിപ്പിന് വിത്തങ്ങൾ പരിശോധിച്ചു. മരിച്ചിട്ടില്ല എന്ന് ബോധ്യമായി. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മുമ്പ് കാലത്തുള്ള ആളുകൾ പേടിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു പോവുക പോലും ഉണ്ടായിട്ടുണ്ട്. ഈ വിനീതൻ എത്ര പറഞ്ഞാലും എനിക്ക് കുലുക്കമില്ല, എത്ര കേട്ടാലും നമ്മളിൽ പലർക്കും ഒരിളക്കമില്ല. അങ്ങനെ ആയിക്കൂടാ, പടച്ച റബ്ബിന്റെ വചനങ്ങളാണ് ഈ ഓതുന്നത്, ഈ കേൾക്കുന്നത് എന്ന പേടി ബഹുമാനത്തോടുകൂടി നാം അതിനെ സമീപിക്കണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് പരിശോധിച്ചപ്പോ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലദാ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ഫനാദാഹു യാ ശൈഖ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പരിശുദ്ധമായ ഖുർആൻ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിലെല്ലാമായി ഇബ്നു കസീർ ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തങ്ങൾ അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ ഫഖാലഹ, അദ്ദേഹം ആ കലിമയേറ്റ് ചൊല്ലിയപ്പോൾ ഫബശറഹു ബിൽ ജന്ന, നബി തങ്ങൾ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ മനുഷ്യൻ അവിടെ കിടന്ന് സ്വർഗ്ഗം കാണുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയുടെ വിളയാട്ടമുണ്ടാകുന്നു. മഹാനുഭാവൻ അവിടെ കിടന്ന് മൗത്തായി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലിമ ചൊല്ലിക്കൊടുത്തു. ഇനി നാം മതവും മരണവും മതനിയമങ്ങളുമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഈ കലിമ ചൊല്ലിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്താൽ മതിയോ? അതല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് രണ്ടും ചൊല്ലിക്കൊടുക്കണോ? സംശയാണ്. എത്ര പ്രാവശ്യം ചൊല്ലിക്കൊടുക്കണം അത് വേറെ വിഷയമാണ്. ആര് ചൊല്ലിക്കൊടുക്കണം, എങ്ങനെ ചൊല്ലിക്കൊടുക്കണം എല്ലാം പറയാം, ശ്രദ്ധിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിക്കൊടുത്താൽ മതി എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വദലീലുൽ ജുംഹൂർ അന്ന ഹാദാ മുവഹ്ഹിദ്, ഇവൻ ഈ മരിക്കാൻ പോകുന്നയാൾ മുവഹ്ഹിദാണ്, ശരിയായ മുസ്ലിമാണ്. എങ്കിൽ വയൽസമു മിൻ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുവഹ്ഹിദായ മുസ്ലിമായ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഉണ്ടായിത്തീരുന്നു അൽ-ഇഅ്തിറാഫു ബിശ്ശഹാദത്തിൽ ഉഖ്റാ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സമ്മതവും അതിൽ ഒടുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. ഫയംബഗി ഇഖ്തിസാറു അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിദാഹിരിൽ ഹദീസ്, ഹദീസ് ബാഹ്യമായി കാണുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. ഒരാളുടെ വാചകം അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവുക, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിക്കൊടുത്താൽ മതി എന്നാണ്. ഇനി നമ്മൾ ഈ കലിമ ചൊല്ലിക്കൊടുക്കപ്പെടുന്ന ഈ വ്യക്തി
അയാളുടെ ജീവിതകാലത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന എന്തെങ്കിലും വികാരങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ മറ്റോ വരുത്തിവെച്ച മനുഷ്യനാണെന്ന് തോന്നുന്നുവെങ്കിൽ അയാളൊന്ന് മുസ്ലിമായി കിട്ടലാണ് ലക്ഷ്യം. അതുകൊണ്ട് അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത്തരം ആളുകൾക്ക് അത് രണ്ടും ചൊല്ലിക്കൊടുക്കണം. സാധാരണ മുസ്ലിമായ വാപ്പയോ ഉമ്മയോ മരിക്കാൻ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിക്കൊടുത്താൽ മതി എന്ന് ശ്രദ്ധിച്ചോ. വയംബഗി അല്ലാ യുലിഹ അലൈഹി മിൻ ദാലിക, ഇത് പറഞ്ഞിട്ട് അയാളെ ശല്യം ചെയ്യാതിരിക്കണം, നിർബന്ധിക്കാൻ പാടില്ല. അല്ല നിങ്ങൾ ചെല്ലി കെലിമല്ലി കൂടി കെലിമ ചെല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേ, ഇങ്ങനെ അയാളോട് പറയാൻ പാടില്ല എന്നാണ്, നിർബന്ധിക്കരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ വേണ്ടത് ഫയഖൂലു, അങ്ങനെ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അയാൾ വേറെന്തെങ്കിലും വർത്താനം പറഞ്ഞോളൂ, ഞാനിപ്പോ അത് പറയണില്ല എന്താ എന്നൊക്കെ ചോദിച്ചാലോ, അങ്ങനെയൊക്കെ സംഭവിക്കാം, ഞാൻ പറയണില്ല എന്നോ. ഔ യതകല്ലമു ബിഗൈരി ഹാദാ മിനൽ കലാമിൽ ഖബീഹ്, മോശമായ എന്തെങ്കിലും വർത്താനം അയാളെ വായിൽ വന്നു പോയാലോ, നിർബന്ധിക്കാൻ പാടില്ല. വലാകിൻ യഖൂലുഹാ ബിഹൈസു യസ്മഉഹു മുരിദല്ല, അദ്ദേഹം കേൾക്കത്തക്ക വിധം, ഉമ്മയാണെങ്കിൽ ഉമ്മ കേൾക്കത്തക്ക വിധം, ഉപ്പയാണെങ്കിൽ ഉപ്പ കേൾക്കാൻ പാകത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ശ്രദ്ധിച്ചോളനെ, വയലായിട്ട് ഞാൻ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാനുള്ള സുഖം ഈ മുറകളും നിയമങ്ങളും പറയുമ്പോണ്ടാവില്ല. ചന്ദ്രങ്ങൾ ഉറങ്ങിപ്പോകരുത്. വിഷയം നന്നായി പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ ലാ യുസാദു അലാ മറ, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. എന്നാൽ വഖാല ജമാഅത്തും മിൻ അസ്ഹാബിനാ യുകർരിറുഹാ അലൈഹി സലാസൻ വലാ യുസാദു അലാ സലാസ്, 3 തവണയിൽ കൂടുതൽ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. അപ്പോ 3 തവണ, അതിൽ കൂടുതൽ ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. ഇനി ഈ രോഗി ഇത് കേട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ പിന്നെ വീണ്ടും ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ തന്നെ അവിടെ കിടന്നിട്ട് ആ കലിമ ആഖിർ കലാമായി അങ്ങനെ വെച്ച് കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ കലിമയൊക്കെ ചൊല്ലിയതിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോ ആരെയോ ഇങ്ങോട്ട് വിളിച്ചു. ഒരു ഉദാഹരണം പറയാം, ഒരു മൂമൻ എന്ത് ചെയ്തിച്ചാ മരോളെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് മരോളോട് പറഞ്ഞു, മോളെ പണ്ട് കാലത്ത് മോനെ എന്നെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് ഞാനൊരു പകച്ചയായിരുന്നു, എന്നെ ഞാൻ കുറെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് മോളെ, അതുകൊണ്ട് മാപ്പ് തരണം കേട്ടോ. മരുമോളോട് ഈ അമ്മായി പറഞ്ഞു നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ല, അതിൽ നിന്ന് വല്ല പാഠവും ഉൾക്കൊള്ളുന്നവരുണ്ടെങ്കിൽ ഉൾക്കൊണ്ടോട്ടെങ്കിൽ വിരോധമില്ല കേട്ടോ. ഉമ്മമാരൊക്കെ ചിന്തിച്ചോ. അപ്പോ വീണ്ടും ചൊല്ലി കൊടുക്കണം. കാരണം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി വേറെ ഒരു നിയമം, ഇതാരാ ചൊല്ലിക്കൊടുക്കേണ്ടത്? ഇത് ചൊല്ലിക്കൊടുക്കേണ്ടത് വയുസ്തഹബ്ബു അൻ യകൂനൽ മുലഖിനു ഗൈറ വാരിസിൻ ലിഅല്ലാ യത്തഹിമഹു വയഖ്റുജ മിൻ തൽഖീനിഹി. ഇത് അനന്തരാവകാശി അല്ലാതിരിക്കലാണ് നല്ലത്. കലിമ എഴുതി കൊടുക്കാനേ അനന്തരാവകാശി അല്ലാതിരിക്കലാണ് നല്ലത്. കാരണം കാലിയായി കിട്ടിയ കിടക്കുന്ന കട്ടിലടക്കം പൊക്കിക്കൊണ്ട് പോകാൻ കാത്തു നിൽക്കണേ ഒരാളാ കലിമ ചൊല്ലി കൊടുക്കണതെങ്കിൽ ഈ മൂപ്പര മനസ്സിൽ പിശാച്ച് അപ്പൊ തന്നെ സ്വാധീനം ചെലുത്തിട്ട് പറയും, കണ്ടോ ഇഞ്ചി മരിക്കാനൊന്നും അയച്ചൊന്നുമില്ല, ഇവൻ എനിക്ക് കലിമയും ചൊല്ലിത്തന്ന് വേഗം എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള പരിപാടിയാണ് എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്ന. അപ്പൊ ആ ദുർബോധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനന്തരാവകാശി അല്ലാത്ത ആരെങ്കിലും ഇത് ചൊല്ലിക്കൊടുക്കുകയാണ് വേണ്ടത്. അനന്തരാവകാശികൾ അല്ലാതെ അവിടെ വേറെ ആരും ഇല്ലെങ്കിലോ അവനോട് ഏറ്റവും അടുത്ത സ്നേഹബന്ധമുള്ളയാൾ ആരോ
അവൻ ചൊല്ലിക്കൊടുക്കണം. ശറഅല്ലാഹു അസ്സ വജല്ല. ഇനി ശ്രദ്ധിക്കുക, ഈ മനുഷ്യനെ ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തേണ്ടതുണ്ട്. ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തണം. ഞാൻ പറയാം, വീടിന് കുറ്റിയടിക്കുമ്പോ മുതൽ, തറക്കല്ലിടുമ്പോ മുതൽ ചിന്തിക്കണം. വീട് എന്ന് പറഞ്ഞാല് ജീവിക്കാൻ മാത്രമുള്ളതല്ല, അന്ത്യയാത്രക്ക് സൗകര്യവും കൂടി അതിൽ വേണം. മരിച്ചാല് ഒരു മയ്യത്ത് കിടത്താൻ, മരിക്കാൻ പോകുന്ന ആളെ കിടത്താൻ, അതിനൊക്കെ സൗകര്യത്തിൽ വേണം എന്ത് ചെയ്യാൻ, വീടുണ്ടാക്കാൻ. അത് ഞാനിപ്പോ കിതാബെന്ന് പറഞ്ഞതല്ല, എന്റെ ഒരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മരണാസന്നനായ വ്യക്തിയെ ഖിബിലക്ക് തിരിച്ചു കിടത്തണം. അത് കിടത്തേണ്ട രീതി എങ്ങനെയാന്ന് ചോദിച്ചാല്, വലതുവശത്തിന്റെ മേൽ ചെരിഞ്ഞു. അപ്പൊ അങ്ങോട്ടാണ് പടിഞ്ഞാറ് നിങ്ങൾ സങ്കല്പിച്ചോളൂ. എന്നാല് തല ഇങ്ങോട്ട്, കാലങ്ങോട്ട്, വലതുവശത്തിന്റെ മേൽ ചെരിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നാൽ മുഖവും നെഞ്ചും ഖിബിലക്കായി കിട്ടും. ഇനി ഈ ഭാഗത്ത് അങ്ങനെ അയാളെ തിരിച്ചു കിടത്താൻ പറ്റണില്ല, ഇവിടെ വല്ല പൊട്ടോ എന്തോ ഉണ്ട്, വിഷമുണ്ട് അങ്ങനെ കിടത്താൻ, എന്നാ തിരിച്ചിങ്ങനെ കിടത്താം. അപ്പൊ കാലിങ്ങോട്ട്, തല അങ്ങോട്ട്, നെഞ്ചും മുഖവും വീണ്ടും ഖിബിലയിലേക്കായി. അതൊരു സൗകര്യല്ലേ? പറ്റൂല. അങ്ങനെ ചെരിച്ചു കിടത്താൻ പറ്റാത്ത കണ്ടീഷനിലാണ് ആള്. ഓരോരുത്തരെ വയറൊക്കെ ഇപ്പൊ തന്നെ കണ്ടാൽ നിങ്ങൾ നോക്കി, മിഹ്റാബിന്റെ ബാക്ക് പോലെയൊക്കെ ഉണ്ടാവും ചില മനുഷ്യന്മാരെ വയറൊക്കെ. അങ്ങനെയുള്ള വയറിലൊക്കെ ഉള്ള ആളുകളൊക്കെ കുറച്ചാണ്ട് കഴിയുമ്പോ ഒരു മാസമോ 2 മാസമോ ഒക്കെ കിടക്കേണ്ടി വന്നാൽ സുബ്ഹാനല്ലാഹ് വയറ് പൊട്ടി നീര് വന്നു, ഒന്നും പറയണ്ട. സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെ ആര് ചിന്തിക്കുന്നു? ഇപ്പോഴത്തെ തണ്ടും തടിയും കുറച്ച് പണവും ചില അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞെളിഞ്ഞിങ്ങോട്ട് നിന്നിട്ട് ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വിരൽത്തുമ്പിൽ നിർത്തലും വിരട്ടലും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഈ അവസാനത്തെ കിടത്തത്തിന്റെ ഘട്ടമാകുമ്പോൾ ചിന്തിക്കണം. ഇരിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് തന്നെ ദുനിയാവ് കിടന്നിട്ട് ശരീരം പൊട്ടുകയും തളരുകയും ഒക്കെ ചെയ്യും, ചെരിച്ചു കിടത്താൻ നിവൃത്തിയില്ല. എന്നാൽ പിന്നെ അവനെ കിടത്തേണ്ടത് കാല് ഖിബിലിന്റെ നേരെ. അവ 2 കാൽപാദം ഇങ്ങനെ ഖിബിലിന്റെ നേരെ വരും. നെഞ്ചും മുഖവും നേരെ ആകാശത്തേക്കായി പോകും. അതിനെന്ത് ചെയ്യാ? തലക്ക് ചെറിയ ഒരു തലയണ വെച്ചിട്ട് മുഖം ഒരൽപ്പം ഒന്നിങ്ങനെ പൊക്കാൻ നോക്കുക. അപ്പൊ മുഖം ഖിബിലിന്റെ നേരെയാവും. ഈ രീതിയിൽ കിടത്തുക. പിന്നെ ദുനിയാവില് പല സ്ഥലത്തും പലതും നടക്കുന്നുണ്ടാവും. നാം ഇപ്പോൾ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതിനനുസരിച്ച് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന രീതി പറയുന്നു. ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാക്കരുത്. മരിച്ച വീട്ടിലൊക്കെ സുബ്ഹാനല്ലാഹ് ഒരാളങ്ങോട്ട് മരിക്കാറായി, അല്ലെങ്കിൽ മരിച്ചു, അവിടെ കിടന്നിട്ട് 100 അഭിപ്രായങ്ങളാണ്. ഒരാൾ പറയും ഇങ്ങോട്ട് പിടിയടാ, വേറെ ആൾ പറയും തലങ്ങട്ട് കാലിങ്ങോട്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു നോക്കുക, തലങ്ങട്ട് പിടിച്ച് കാലിങ്ങോട്ട് പിടിക്കാതെ ഒരാൾ പറഞ്ഞു. അതെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി തലങ്ങട്ട് കാലിങ്ങട്ട് തലങ്ങട്ട് കാലിങ്ങട്ട് എന്ന് പറയണോ? അങ്ങനെയുണ്ട് ചില സ്ഥലത്ത് നോക്കിയാല്. ഒരാളൊരു കാര്യം പറഞ്ഞു, അത് അവിടെ ഉള്ള എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കട്ടില് പിടിക്കുന്ന ആള് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നാ ബാക്കിയുള്ളവർക്ക് മിണ്ടാതിരുത്തൂടെ? അത് ചെയ്യൂല. ഒരാൾ തലയാകണ്ട പിടിക്കേണ്ടെന്ന് പറയുമ്പോ എല്ലാവരും പറയും തലയാകണ്ട പിടിക്കേണ്ടത്, തലയാകണ്ട പിടിക്കേണ്ടത്. ഈ മരിച്ചു കിടക്കണ മനുഷ്യന് മരിച്ചു കുടിയല്ലോ. അപ്പോ ആ രീതിയിൽ ആകരുത്. വെറുതെ ബഹളം വെക്കാൻ പാടില്ല. ബിസ്മില്ലാ. നാം പഠിച്ചതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങോട്ട് ശ്രമിക്കാം. ഇങ്ങനെ ഇദ്ദേഹത്തെ ഖിബിലിന്റെ നേരെ തിരിച്ചു കൊടുക്കണം. ഇനി ഖിബിലയുടെ മഹത്വവും അങ്ങോട്ട് തിരിയേണ്ട കാര്യവും ഒക്കെ ഞാൻ വിശദീകരിക്കാൻ പോയാൽ സംഗതി ഇത് വയവ് ആയി മാറും. നമ്മുടെ ഈ നിയമങ്ങൾ പറയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കണം, മരണം ആസന്നമാകുമ്പോഴും നമ്മുടെ മുഖം ആ ഖിബിലയിലേക്കാണ് തിരിക്കേണ്ടത്. മരിച്ചിട്ട് മനുഷ്യനെ കിടത്തേണ്ടതും ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ചുമന്നു കൊണ്ടുപോയി ഖബറാകുന്ന ഇരുത്തറയിൽ വെക്കുമ്പോൾ നിർബന്ധമായും അവന്റെ മുഖവും നെഞ്ചും ഖിബിലയിലേക്ക് തിരിക്കുക തന്നെ. മരണം ആസന്നമായ മനുഷ്യനെയും മരിച്ചു കഴിഞ്ഞ മനുഷ്യനെയും കിടത്തുമ്പോൾ ഇത് സുന്നത്താണെങ്കിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നിർബന്ധം തന്നെ.
അത്ര വലിയ ബാധ്യതയാണ് പരിശുദ്ധമായ കഅബയും നമ്മളും തമ്മിലുള്ളത്. അത്ര വലിയ ബന്ധമാണ്. അതുകൊണ്ട് ദിനേന 5 നേരം ആ കഅബയിലേക്ക് മുഖം തിരിച്ചു വെച്ച് നിസ്കരിക്കേണ്ട മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചു പോയാൽ അവസാന സമയത്ത് മുഖമങ്ങോട്ട് തിരിക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളണം. ഞാൻ വേഗം ഇപ്പോൾ മുതിരുന്നില്ല, ശ്രദ്ധിച്ചോളണം. നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, റസൂലുള്ളാഹിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു, തൊട്ടടുത്ത കടയിലിരുന്ന് സ്വറ പറയുന്നു, ബാങ്ക് ചെവിക്കൊള്ളുന്നില്ല, അല്ലാഹുവിന്റെ ക്ഷണം സ്വീകരിക്കുന്നില്ല. ഒരു പക്ഷേ അടുത്ത ബാങ്ക് മുഴങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഈ മനുഷ്യനെ തേടി അസ്റായീൽ വന്നിട്ടുണ്ടാകാം. ആളുകൾ തടിച്ചുകൂടി കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് അതാ അടുത്ത സമയത്ത് ബാങ്ക് വിളിക്കുമ്പോഴേക്ക് കെട്ടിപ്പൊതിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. നേരത്തെ ഇവനെ വിളിച്ചതാ, ആ സമയത്ത് ഇവൻ പോയിട്ടില്ല. ഇപ്പോൾ ആളുകൾ വിളിക്കാതെ തന്നെ ഇവനെ ആ പള്ളിയിലേക്കാണ് എടുക്കുന്നത്. സൂക്ഷിക്കണം സഹോദരന്മാരെ. 5 നേരം എനിക്ക് നിസ്കരിക്കണം, എനിക്ക് എന്റെ ഖിബലയിലേക്ക് തിരിയണം. മരിക്കുമ്പോഴും മുഖം വെച്ച് കിടക്കാനുള്ള സ്ഥാപനമാണത്. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കണം എന്നുകൂടി ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഖിബലയിലേക്ക് തിരിച്ചു കിടക്കാൻ നോക്കുക. പിന്നെ എന്താണ്? വഖുരിഅ ഇൻദഹു സൂറത്തു യാസീൻ. ഈ മരണാസന്നനായ ഉമ്മായുടെയോ ഉപ്പായുടെയോ അരികിൽ വെച്ചിട്ട് മക്കളെ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം. ധാരാളം ഹദീസുകൾ അത് സംബന്ധമായി കാണാൻ കഴിയും. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ സവിധത്തിൽ വെച്ച് യാസീൻ സൂറ ഓതിയാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, റൂഹ് പിരിയുന്നതിന്റെ പ്രയാസങ്ങൾ ആ മനുഷ്യന് യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലഘൂകരിച്ചു കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ, ഏതൊരു വസ്തുവിനും ഒരു ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി യാസീൻ, ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. ഖാല റസൂലുള്ളാഹി, യാസീൻ ഓതണം. അതുപോലെ യാസീൻ ഉറക്കെയാണ് ഓതേണ്ടതെങ്കിൽ റഅദ് സൂറത്ത് പതുക്കെയും മരണം ആസന്നനായ ആളെ അടുത്തുനിന്ന് ഓതണം, സുന്നത്താണ്. അതിനും ഇതുപോലെ ഈ മരിക്കുന്ന ആൾക്ക് സക്രാത്തിന്റെ അതിശക്തമായ അവസ്ഥകളിൽ നിന്ന് ലഘൂകരണം കിട്ടുവാൻ ആ സൂറത്തിന്റെ പാരായണവും കാരണമാകുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ താബിഈങ്ങളുടെയൊക്കെ ഉദ്ധരണികളിൽ കാണാനും. പിന്നെ എന്താണ്? ഈ രോഗിക്ക് ബ്രഷ് ചെയ്തു കൊടുക്കുക. അതുപോലെ വളരെ ക്ഷീണിതനാണ്, വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് സംഗതി നീങ്ങുന്നത് എന്നൊക്കെ കാണുമ്പോ നമ്മൾ കുളിപ്പിച്ചു കൊടുക്കുക, കുളിപ്പിച്ച് കിടത്തുക. അതുപോലെ ഈ ആള് കിടക്കുന്ന റൂമിൽ നിന്ന് ഫോട്ടോ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക. അല്ലാത്ത സ്ഥലത്ത് ഫോട്ടോ ഇങ്ങനെ വെച്ച് ആരാധിക്കാമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇത് ഈ ഹൈന്ദവ സംസ്കാരവും ക്രൈസ്തവ ആചാരവുമൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ സങ്കരമായി ജീവിക്കുന്നത് കൊണ്ട് പലതും കടന്നു വരുന്നുണ്ട്. ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് അതിനൊരു മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക എന്നുള്ളത് അത് ഹൈന്ദവാചാരമാണ്. ചില മുസ്ലിം വീട്ടിൽ ചെന്നാൽ അവിടെയും കാണാൻ പാടില്ല. എന്തിന്? നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരവും നമ്മുടേതായ ഒരു ആചാരം മര്യാദകളൊക്കെ ഇല്ലേ? എന്തോ ഒരാവശ്യത്തിന് ഫോട്ടോ എടുത്ത് അത് അവിടെ എവിടെയെങ്കിലും പെട്ടിയിലോ റൂമിൽ എവിടെ ഒരു മൂലക്ക് വെച്ചു എന്നല്ലാതെ അതിനെ ആദരിക്കുക പരിഗണിക്കുക എന്ന ഒരു സ്വഭാവം തീരെ പാടില്ല. സൂക്ഷിച്ചോളണം. അപ്പോ ഈ നിലക്ക് മരണം ആസന്നനായ വ്യക്തിയെ ഖിബലക്ക് തിരിച്ചു കടത്തുക, കലിമ ചൊല്ലിക്കൊടുക്കുക, യാസീൻ ഓതുക. യാസീൻ ഓതുന്നതിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് എന്താണ് ഈ വേറെയും ഒരുപാട് സൂറത്തുകളൊക്കെ ഇല്ല ഖുർആനിൽ, അതിൽ നിന്ന് യാസീൻ മാത്രം പറയാൻ എന്താണ് കാരണം എന്ന് വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയിൽ പറയുന്നത് കാണാം. വൽ ഹിക്മത്തു ഫീ യാസീൻ,
യാസീൻ ഓതുന്നതിലുള്ള ഹിക്മത്ത് ഇസ്തിമാലുഹാ അലാ അഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ സംഭവങ്ങളൊക്കെ യാസീനിൽ പറയുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളം കേട്ടിട്ടില്ലേ? യാസീനിലുണ്ടല്ലോ. ഈ നിലക്ക് ഖിയാമത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ചെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടത് അവസരോചിതമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇങ്ങനെ ആ മരണാസന്നനായ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട സംഗതികളെല്ലാം നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക. അദ്ദേഹം വളരെ റാഹത്തായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ മരണമലക്ക് വരട്ടെ. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ നോക്കി നോക്കി നമ്മൾ നിൽക്കുന്ന ഈ മനുഷ്യൻ എന്നേക്കുമായി കണ്ണടക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊരു നല്ല മനുഷ്യനാണെങ്കിൽ അതാ ഹബീബായ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മരണമലക്ക് അസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതിന്റെ മുമ്പ് തന്നെ ധാരാളം മലക്കുകൾ വന്നിരിക്കുന്നു. നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്തിൽ നിന്ന് ഒരുപാട് മലക്കുകൾ ഇറങ്ങുന്നു. ബീദുൽ വുജൂഹി കഅന്ന വുജൂഹഹും അശ്ശംസ്, സൂര്യനെ പോലെ ലംഘുന്ന മുഖമുള്ള മലക്കുകൾ വരികയായി. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, ആ മലക്കുകളുടെ കയ്യിൽ സ്വർഗീയ തുകിലാടകളുണ്ട്. വഹനൂത്തുൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധമുണ്ട്. ഹത്താ യജ്ലിസു മിൻഹു മത്തൽ ബസരി, കണ്ണെത്താ ദൂരത്തേക്ക് മലക്കുകളതാ നിരന്നിരിക്കുന്നു. ഇതാ പറയുന്നത്, ഈ രോഗി കിടക്കുന്ന റൂമും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി നാം സൂക്ഷിക്കണം. അവിടെ ഫോട്ടോയും മറ്റ് സാധനങ്ങളും ഒന്നും വെക്കരുത്, അവിടെ ബഹളമുണ്ടാക്കരുത്. അതുപോലെ തന്നെ അവിടെ നിർത്താൻ പാടില്ലാത്ത ആളുകളെ ഒന്നും അവിടെ നിർത്തരുത്. ഇവിടെ ഒരു സംശയം നേരത്തെ ഇവിടെ വന്നപ്പോ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ കൂടുതലുകൊണ്ട് പറയാം. ഒരുപാട് സംശയം ഇതിലുണ്ട്. ഇപ്പൊ പറഞ്ഞ് എത്തിയ ഭാഗത്തുള്ളത് ഇപ്പൊ പറയാം. മരണമാസന്നമായി കിടക്കുന്ന ഒരു രോഗിയുടെയോ അല്ലെങ്കിൽ മയ്യിത്തിന്റെയോ അടുക്കൽ വലിയ അശുദ്ധിയുള്ള ഒരാൾക്ക് പോകുന്നതിൽ തെറ്റുണ്ടോന്നാണ്. അത് സത്യത്തില് ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയാം, ഞാനിപ്പോ തന്നെ സൂചിപ്പിച്ചല്ലോ, നിർത്താൻ പറ്റാത്തവരൊന്നും നിർത്തരുത്. നിർത്താൻ പറ്റാത്തവരൊന്നും തന്നെ സാലിഹ്യങ്ങളായ ആളുകളൊക്കെ നിർത്തിയാൽ മതി. ചില സ്ഥലത്ത് അമുസ്ലിമീങ്ങളും മറ്റുമൊക്കെ നമ്മളെ ഉമ്മായോ ഉപ്പായൊക്കെ മരിക്കാൻ വന്ന് കിടക്കുന്ന സ്ഥലത്ത് അവരിങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ അവരൊക്കെ വരുമ്പോ അയൽവാസികളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒന്ന് കണ്ട്, ശരി കേട്ടോ നിങ്ങൾ അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തണം. ശരിക്കല്ലേ, നജസല്ലേ, അങ്ങനെ അതൊക്കെ നമ്മൾ പഠിക്കുക. എന്നാല് ഇപ്പൊ ഈ പറഞ്ഞ ഹൈലുള്ള ഒരു സ്ത്രീ, മെൻസസ് ഉള്ള സഹോദരി, അല്ലെങ്കിൽ പിന്നെ ജനാപത്തുണ്ടായിട്ടുണ്ട്, കുളിച്ചിട്ടില്ല, അനവധി അശുദ്ധിയുണ്ട്, അത്തരം ആളുകളാണെങ്കിൽ അവര് ഈ മരണം ആസന്നമായ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്നതിന്റെ നിയമപരമായ പ്രശ്നം പണ്ഡിതന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. വലാ യഖ്റുബു മിൻഹുൽ ഹായിദു വൽ ജുനുബു, മെൻസസ് ഉള്ള ആർത്തവമുള്ള സ്ത്രീയും ജനാപത്തുകാരും ഈ മരണം ആസന്നനായ വ്യക്തിയുടെ അടുത്തേക്ക് വരാതിരിക്കൽ നല്ലതാണ്. ഫഇന്നഹു യുക്റഹു, മുഗ്നിയിൽ കാണാം അത് കറാഹത്താണ്. ഇങ്ങനെ മുഗ്നി എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം പ്രതിപാദിക്കുമ്പോൾ വേറെ ചില ഗ്രന്ഥങ്ങളിൽ അതത്ര ഗൗരവത്തോടുകൂടി കാണേണ്ടതല്ല, അതിന് വിരോധമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആർത്തവമുള്ള സ്ത്രീ മരണമാസന്നമാകുന്ന ഒരാളടുത്ത് നിൽക്കുന്നത് കണ്ടാൽ പിടിച്ചു മാറ്റൊന്നും വേണ്ട. അത്ര മാത്രമേ അത് സംബന്ധം എനിക്ക് പറയാനുള്ളൂ. പിന്നെ മരിച്ചതിന്റെ ശേഷം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പോലും വിരോധവും ഇല്ല. അങ്ങനെ പിടിച്ചു നോക്കാം. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തുകയും അങ്ങനെ പിന്നെ വേണ്ടാത്ത ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം നാടൊട്ടാകെയുണ്ട്, സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, മയ്യത്തിന്റെ അടുത്തു പോകാമെന്ന് മാത്രമല്ല, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പോലും തടസ്സമില്ല. അതങ്ങനെ. പിന്നെ
നാം റഹ്മത്തിന്റെ അതാണ് പറഞ്ഞു വന്നത്, റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് നിരന്നിരിക്കുകയാണ്. അതിനൊക്കെ സൗകര്യം ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിൽ ഈ മനുഷ്യൻ കിടക്കണം. സ്വർഗീയ തുകിലാടകളുമായി അതാ മലക്കുകൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തു നിൽക്കുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗത്തി അലൈഹിസ്സലാം. പിന്നെയാണ് റൂഹിനെ പിടിക്കുന്ന മരണമലക്കാവുന്ന അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഓ പരിശുദ്ധാത്മാവേ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, അവന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, അല്ലാഹുവിന്റെ റിളയിലേക്ക് ഒഴുകി ഒഴുകി വരിക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഖുർജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. ഈ നിലക്ക് പറയുമ്പോൾ നല്ല നിസ്വനായ മനുഷ്യനാണെങ്കിൽ, ഒരാളെ ഉപദ്രവിക്കാതെ എന്നെ കൊണ്ടൊരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനായിട്ടൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല, എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെ ആക്രമിക്കുന്നില്ല, ഞാനൊരു കല്യാണം മുടക്കാൻ പോകുന്നില്ല, ഞാൻ എന്റെ പേന കൊണ്ട് ഒരാൾക്ക് പാരയാകുന്നതൊരെണ്ണം എഴുതുന്നില്ല, ഞാൻ എഴുതുകയാണെങ്കിൽ അതൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാകണം. ഈ നിലക്ക് ചിന്തിച്ച മനുഷ്യൻ ഒരാൾക്കും ഒരു ഉപദ്രവമേൽപ്പിക്കാതെ നല്ല നിലക്ക് ജീവിച്ചു അല്ലാഹുവിനെ വഴിപ്പെട്ട മനുഷ്യനാണെങ്കിൽ മലക്കുൽ മൗത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവനെ സമീപിക്കുന്നത്. അതേ തഫ്സീർ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിരിയുന്ന സമയമാകുമ്പോ ജാഅ മലക്കുൽ മൗത്തി, മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്നു. ഫഖാല അസ്സലാമു അലൈക വലിയല്ലാഹ്. അസ്റായീൽ ഈ മനുഷ്യന് സലാം പറയുന്നു. അല്ലാഹു യഖറഉ അലൈക്കസ്സലാം, അല്ലാഹു നിനക്ക് സലാം പറയുന്നുണ്ടെന്നറിയിക്കുന്നു. ഈ സന്ദർഭത്തിലൊക്കെ സഹോദരന്മാരെ, മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുഖം പ്രസന്നമാകുന്നു കേട്ടോ. എന്തൊരു വെളിച്ചമാണ് ആ മുഖത്ത് നോക്കണ്ടേ എന്നൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കൃത്യമായി നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുത്ത് വീട്ടി, അതേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, വളരെ നല്ല ജീവിതം നയിച്ച മനുഷ്യനാണെങ്കിൽ മരണസമയത്ത് മുഖത്തിന് വെളിച്ചം കൂടുന്നു. കാരണം ജിബ്രീൽ വന്നിട്ട് പറയുകയാ, അസ്റായീൽ വന്നിട്ട് പറയുന്നത് അസ്സലാമു അലൈക വലിയല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഞാൻ ആദ്യം ഓതി വെച്ചത് അതാണ്, അല്ലദീന തതവഫാഹുൽ മലായികതു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. الذين تتوفاهم الملائكة طيبين طيبين നല്ലവരായിരിക്കെ മലക്കുകൾ വന്നിട്ട് ആരുടെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ യഖൂലൂന സലാമുൻ അലൈക്കും, സലാം പറയുകയാണ്. സന്തോഷമായി പോയി. ആഹ്ലാദ നിർഭരമായ മരണമുണ്ട്. മരണമേ നീ എന്നെ മാടി വിളിച്ചു, കാമുകനായി ഞാൻ നിന്നിൽ ലയിച്ചു. ഇങ്ങനെയാണ് മഹാന്മാരുടെ മരണം. മർഹബാ മർഹബാ, സന്തോഷാണ്. ജീവിതത്തിൽ പലപ്പോഴും ചിരിക്കാൻ മറന്നുപോയ മഹാനുഭാവനാണ് മഖ്ഹൂൽ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന് മരണത്തിന്റെ സന്ദർഭം പൊട്ടിച്ചിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, തങ്ങളെ ചിരിക്കാൻ മറന്നുപോയ നിങ്ങൾ ഈ സമയത്താണോ ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ദനൽ ഫിറാഖ്, ദനൽ ഫിറാഖ്, ഈ കഷ്ടപ്പാടിന്റെ ദുനിയാവ്, ഈ വില കുറഞ്ഞ ദുനിയാവ് വിട്ടുപോകാൻ സമയമായതിന്റെ സന്തോഷമാണ്.
വേർപാടിന്റെ സമയമായതിന്റെ സന്തോഷമാണ്. ഇക്കാലം അത്രയും ഞാൻ എന്തൊക്കെ ഒരുക്കി വെച്ചോ എന്റെ സമ്പാദ്യത്തിലേക്ക് മടങ്ങാൻ കഴിയുന്നതിന്റെ സന്തോഷമാണ്. ഇങ്ങനെയാണ് മഹാന്മാർ. അൽഹംദുലില്ലാഹ്, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് വല്ലാത്ത ബേജാറിന്റെ വെപ്രാളത്തിന്റെ ആ സമയത്ത് പടച്ച റബ്ബ് നമ്മളെ സലാമത്താക്കി തരട്ടെ. ചില്ലറ ബേജാറൊന്നുമല്ല. ഈ ദുനിയാവിനോട് വിട പറയുകയാണ്. എല്ലാ സമ്പത്തുകളോടും എല്ലാ സൗകര്യങ്ങളോടും എല്ലാ പ്രതാപങ്ങളോടും പ്രശസ്തികളോടും കൂട്ടുകാരോടും അതേ ഭാര്യയോട് മക്കളോട്, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് മക്കളോട് എല്ലാവരോടും വിട പറഞ്ഞ് എന്നേക്കുമായി അന്ത്യയാത്രയാവുകയാണ്. ഇനി ഒരിക്കലും മടക്കമില്ലാത്ത യാത്രക്കൊരുങ്ങുകയാണ്. ചുറ്റും നമ്മുടെ ബന്ധുമിത്രങ്ങളെല്ലാം അതാ നിന്ന് വെങ്ങിപ്പൊട്ടുകയാണ്. ആ സമയത്തൊന്ന് ചിരിക്കാൻ കഴിയണമെങ്കിൽ അത് എളുപ്പമല്ല. മഹാന്മാര് പാടി പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഇവിടെ പിറന്നു വീണ സമയത്ത് എല്ലാവരും ചിരിക്കുകയായിരുന്നു. അതേ ഭാര്യ പ്രസവിച്ചു, പെങ്ങള് പ്രസവിച്ചു, എല്ലാവരും ചിരിക്കുകയാണ്, സന്തോഷമാണ്. എന്നാൽ ഇനി നീ ഇങ്ങ് വന്ന സമയത്ത് ചിരിച്ചവരൊക്കെ ചുറ്റും കൂടി നിന്ന് കരയുന്ന ഒരു ഘട്ടം വരാനുണ്ട്. അന്ന് നിനക്ക് ചിരിക്കണം. നീ ഇങ്ങോട്ട് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് വന്നത്. നീ കരഞ്ഞപ്പോൾ ബന്ധുക്കൾ ചിരിക്കുകയായിരുന്നു. ഇനി ബന്ധുക്കൾ കരയുന്ന സമയമുണ്ട്. അപ്പോൾ നിനക്ക് ചിരിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്ന ഒരു ചെറിയ സംഭവം കൂടി നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അശൈഖ് യസീദുർ റഖാശി റഹ്മത്തുള്ളാഹ്, അദ്ദേഹം തന്റെ ഒരു സ്നേഹിതൻ, ചെറുപ്പക്കാരനാണ്, ഇബാദത്തിൽ കഴിയുന്നയാളാണ്. അദ്ദേഹം വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി ചെന്നു നോക്കുമ്പോൾ വഹുവ ഫീ സക്കറാത്തിൽ മൗത്ത്, ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ സക്കറാത്തിന്റെ ഹാലിലാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചുറ്റുമൊന്ന് വീക്ഷിച്ചു, കാണുന്നു, നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് കരയുകയാണ്. ഫബക്കാ അബൂ, ഈ ചെറുപ്പക്കാരന്റെ വാപ്പ നിന്ന് കരയുന്നു. വാപ്പയോട് ഇദ്ദേഹം ചോദിക്കാൻ, മരിക്കാൻ പോകുന്ന മനുഷ്യൻ, അല്ല ഉപ്പ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് വാപ്പാടെ മറുപടി, മോനെ അബ്കീ ലിഫിറാഖിക, എന്റെ പൊന്നു മോനെ, നീ എന്നേക്കുമായി വിട പറയുകയാണല്ലോ, ഞാൻ അതിന്റെ ദുഃഖം കൊണ്ട് കരയുകയാണ്. നീ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടാൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? ഞാൻ ജീവിത നൗക മുന്നോട്ട് തുഴയാൻ ഇനി എന്ത് പ്രയാസപ്പെടേണ്ടി വരും? അതോർത്തുകൊണ്ട് കരയുകയാണ്. ഉമ്മയും കരയുന്നു. കരയുന്ന ഉമ്മയോടും ഇദ്ദേഹം ചോദിച്ചു, ഉമ്മ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഉമ്മാക്കും പറയാനുള്ള മറുപടി അത് തന്നെ, യാ ബുനയ്യ അബ്കീ ലിഫിറാഖിക വമാ അതഅജ്ജലു മിനൽ വഹ്ശതി ബഅദക. മോനെ, ഉമ്മാനെ നീ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടു പോവുകയല്ലേ? ഈ ഉമ്മയെ നീ എന്ത് ചെയ്യാനാ? ആ നിലക്ക് ഉമ്മ കരയുന്നു. ഇദ്ദേഹത്തിന്റെ മക്കള് കരയുന്നുണ്ട്. ആ മക്കളോടും ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? മക്കൾക്കും അതുപോലെ പലതും പറയാനുണ്ട്. ഉപ്പ, വലിമൻ നുഖാതിബു ബിഖൗലിനാ യാ ബാനാ യാ ബാനാ, ഉപ്പ ഉപ്പ എന്ന് ഇനി ആരെ കേറിയാണ് ഞങ്ങൾ വിളിക്കുക? എന്നേക്കുമായി ഞങ്ങളെ അനാഥമാക്കി അങ്ങ് പോവുകയാണല്ലോ. വലിമൻ നശ്കൂ ദർബൻ ലതുഫാലിലനാ, വല്ല കുട്ടികളും കുസൃതി മക്കൾ ഞങ്ങളെ ആക്രമിച്ചാൽ ആരോടാണ് നീ ഒന്ന് പരാതി പറയുക? ഞങ്ങൾ യതീമുകളാവുകയാണല്ലോ. ഈ മക്കളും കരയുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിങ്ങി പൊട്ടി തൊട്ടടുത്ത് നിൽക്കുന്നത്. അവളോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അവളും പറയുന്ന മറുപടി, അങ്ങ് പോവുകയാണല്ലോ, അങ്ങ് പലപ്പോഴും പലയിടത്തുമൊക്കെ പോകാറുണ്ട്, ഒരുപാട് ഇടവേളകൾ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അങ്ങില്ലാത്ത ദിനരാത്രങ്ങൾ ഈ വീട്ടിൽ ഞാൻ പലപ്പോഴും കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ സമാധാനിക്കാറുണ്ട്. സയജീഉ ബഅദ ഖലീൽ, സയജീഉ ഇൻഷാ അല്ലാഹ് ബഅദ ഖലീൽ, ഇന്ന് വരും,
നാളെ വരും, ഇന്ന് വരും, ഇൻഷാ അല്ലാഹ് നാളെ വരും. ഈ നിലക്ക് ഞാൻ നാളുകൾ എണ്ണി അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഒരുപാട് കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും താങ്കൾ വന്നു ചേരും. അങ്ങ് വന്ന് വീട്ടിലെത്തിയാലോ യസൂലു കുല്ലു തഅബി വന്നസബ്, എല്ലാ ക്ഷീണവും അതോടുകൂടി പമ്പ കടക്കും. വീട്ടിൽ ആവേശമാകും, ആഹ്ലാദമാകും. പക്ഷേ ഇപ്പോൾ അങ്ങൊരു യാത്രക്കൊരുങ്ങുകയാണ്. ഈ യാത്ര അങ്ങ് വീട്ടിൽ നിന്നങ്ങ് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് വരും, നാളെ വരും എന്ന നിലയ്ക്ക് എനിക്ക് പ്രതീക്ഷിക്കാൻ വകയില്ലല്ലോ. തങ്ങളാ അവസാനത്തെ യാത്രക്കൊരുങ്ങുകയല്ലേ? അതിനെ പറ്റിയാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഒരു മന്ത്രിച്ച് സുഖപ്പെടുത്താൻ ആരാണുള്ളതെന്ന് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവരെ വിളിച്ചു ചോദിക്കുമ്പോൾ വവന്ന അന്നഹുൽ ഫിറാഖ്, ഇതെന്റെ വേർപാടിന്റെ നിമിഷം തന്നെ എന്ന് ആ മനുഷ്യൻ ഉറപ്പിക്കുമ്പോൾ വൽതഫത്തി സാഖു ബിസാഖ്, കണങ്കാല് കണങ്കാലുമായി പിണഞ്ഞു ചേരുമ്പോൾ ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, അന്ന് നിന്നെ തെളിച്ചു കൊണ്ടുപോകപ്പെടുന്നത് നിന്നെ പടച്ച റബ്ബിന്റെ പക്കലേക്ക് തന്നെയാണ് മനുഷ്യ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ വേർപാടിന്റെ വക്കത്താളെന്റെ പ്രിയനാഥനെ താങ്കളുള്ളത്. അതുകൊണ്ട് നിങ്ങളങ്ങ് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ വമൻ നഫ്തഖിറു ബിഹി വഖൂലു ബഅദക വമൻ നഫ്തഖിറു ബിഹി വഖൂലു ബിഅന്ന ഹാദാ ഹുവ സൗജിയൽ കരീം, ഇതാണ് എന്റെ പ്രിയപ്പെട്ടവൻ, ഇവനാണ് എന്റെ ഭർത്താവെന്ന് പറഞ്ഞു ഞാൻ അഭിമാനിക്കാറുണ്ടല്ലോ. ഇനി ഞാൻ ആരെ നേരെ ചൂണ്ടി അഭിമാനിക്കുവാനാ? നിങ്ങൾ എന്നെ വിട്ടുപോവുകയാണല്ലോ. ഈ നിലയ്ക്ക് എല്ലാവരും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അഖ്ഇദൂനി അഖ്ഇദൂനി, നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചിരുത്തൂ, എന്നെ ഒന്ന് ഇരുത്തൂ. എല്ലാവരും കൂടി അദ്ദേഹത്തെ താങ്ങിയിരുത്തി. ആ സമയത്ത് ആ മനുഷ്യൻ പരിഭവിക്കുകയാണ്. അറാ കുല്ലുകും യബ്കീ ദുനിയായി, നിങ്ങളെല്ലാവരും കരയണത് എന്റെ ദുനിയാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ. ഞാൻ അങ്ങ് മരിച്ചുപോയാൽ ദുനിയാവിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് പല നഷ്ടവും വരാനുണ്ട്. അതേക്കുറിച്ച് ഓർത്തിട്ടാണല്ലോ നിങ്ങൾ കരയുന്നത്. അമാ ഫീകും മൻ യബ്കീ ലിആഖിറതി, എന്റെ ആഖിറത്തിന്റെ കാര്യം ചിന്തിച്ചിട്ട് ഒരു ഉമ്മയും കരയുന്നില്ലല്ലോ, ഒരു കെട്ടിയോളും വിരമിക്കുന്നില്ലല്ലോ, ഒരു മക്കൾക്കും പ്രശ്നമാകുന്നില്ലല്ലോ. എന്റെ ആഖിറത്തിന്റെ കാര്യം നിങ്ങളെ കരച്ചിലില്ലല്ലോ. വാപ്പ പോവുകയാണ്, അടുത്ത നിമിഷം മുതൽ വാപ്പ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവൻ പോവുകയാണ്. ഞാനില്ലാത്ത ഖബറിൽ ഈ മനുഷ്യൻ ഇനി ഒറ്റയ്ക്ക് ഇരുട്ടറയിൽ മണ്ണിന്റെ തലയണ വെച്ച് കിടക്കണ്ടേ? ആ കാര്യം ഓർത്തിട്ട് എന്റെ പ്രാണപ്രയസി കരയുന്നില്ലല്ലോ. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പാകെ നിൽക്കുന്നതിനെ സംബന്ധിച്ച് എന്നിലേക്ക് നിയോഗിക്കപ്പെടുന്ന മുൻഗണനയ്ക്ക് എന്ന മലക്കിനോട് ഞാൻ എങ്ങനെ മറുപടി പറയുന്നതിനെ സംബന്ധിച്ച് ഒന്നും ഓർത്തുകൊണ്ട് നിങ്ങൾ കരയുന്നില്ലല്ലോ എന്ന് പരിഭവിച്ചുകൊണ്ട് കലിമയും ചൊല്ലിയ ആ മനുഷ്യൻ ഒരു വലിയ പാഠം ലോകത്തിന് നൽകിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേറെ ബേജാറിന്റെ വെപ്രാളത്തിന്റെ ഘട്ടമാണത്. കുഞ്ഞുമോള് ഓടി വരുന്നു, കരഞ്ഞു കരങ്ങിയ കണ്ണുമായി അവളെന്റെ നെഞ്ചത്ത് വീണ് കിടക്കുന്നു. നെഞ്ചത്ത് വീണ് കിടന്ന് കരയുന്ന കുഞ്ഞുമോള് പിന്നെ എന്റെ മുഖത്ത് വീണ് കിടന്ന് കരയുന്നു. എനിക്ക് മുത്തം പകരുന്നു. ഹബീബി അബീമല്ലിൽ യതാമാ തറക്തഹും കഅഫറാഹി ദർബിൻ ഫീ വഈദിൻ മിനൽ വകരീ.
കൂടണിയാനാകാതെ വിദൂരതയിൽ പെട്ടുപോയ പറക്കമുറ്റാത്ത കിളിക്കുഞ്ഞുങ്ങളെ പോലെയുള്ള ഈ മക്കളെ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? ഹബീബി അബീ മല്ലിൽ യതമാ തറക്തഹും, ഈ കുഞ്ഞുമക്കളെ ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചിട്ട് മക്കള് കരയുന്നു, പേരമക്കള് കരയുന്നു. ആകെ കൂടി പ്രാളത്തിന്റെ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നല്ലവരായി ജീവിച്ചവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് മലക്കുകളതാ വന്നു വരി വരിയായി നിൽക്കുന്നു. അവർ റൂഹിനെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ നിന്നുള്ള തുകിലാടയുമായി കാത്തു നിൽക്കുന്നു. അസ്റായീൽ വന്ന് റൂഹ് പിടിക്കുന്നു. നമ്മുടെ മുന്നിൽ സങ്കൽപ്പിച്ച രോഗി നല്ല നിലക്ക് ഈമാൻ സലാമത്തായി മരിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിച്ചോളൂ. റൂഹ് പിരിഞ്ഞു കഴിഞ്ഞു. അല്ലാഹു നല്ല നിലക്ക് മൗത്താകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ സമയത്ത് സുഹൃത്തുക്കളെ, വേറെയും മരണമുണ്ട്. മരിക്കും എന്ന ഒരു ബോധം മരിക്കണ സമയം വരെ ഇല്ലാത്ത ചില ആളുകളുണ്ട്. ഒരിക്കലും ചിന്തിക്കൂല, മരണമൊന്ന് സങ്കല്പിക്കാൻ പോലും തയ്യാറാവൂല. മരിച്ചാൽ തന്നെ മരിച്ചു എന്ന് സമ്മതിക്കാത്ത ആളുകളുണ്ട്. ചില ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി 1 മാസം 2 മാസം ICUലൊക്കെ കിടത്തി 2-3 ലക്ഷം രൂപ അവിടെ കൊടുത്ത് ഇങ്ങോട്ട് പോന്നാല് അടുത്ത ദിവസം തന്നെ ഇയാൾ ചായക്കടയിൽ ഇറങ്ങിയതിന്റെ ഒരു കട്ടൻ ചായക്ക് അങ്ങനെ കുടിച്ചോണ്ട് ഇയാൾ പറയും, ചുമ്മാ എനിക്ക് അറ്റാക്കാൻ പറ്റുണ്ടായിട്ടൊന്നുമില്ല, അമ്മാരെ ആശുപത്രിക്കാർ കാശുണ്ടാക്കാൻ വേണ്ടി എന്നോട് വിളിച്ച് ICUലിട്ടെന്നല്ലാണ്ട് എനിക്ക് അറ്റാക്കൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ഒരു ഗ്യാസിന്റെ വേദന ആയിരുന്നു. അപ്പൊ മനുഷ്യൻ മരിച്ചാൽ തന്നെ മരിച്ചു എന്ന് സംഭവിക്കാൻ തയ്യാറല്ല, ചിന്തിക്കൂല. അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തി അവസാനം അസ്റായീലിനെ കാണുമ്പോൾ ഭീകരമായ മരണമാകുന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, യാ മലക്കൽ മൗതി അഖിർനി യൗം, ഓ മരണമലക്കേ അഖിർനി യൗമാ, ഒറ്റ ഒരു ദിവസം എനിക്ക് തരുമോ? അഅ്തദിറു ഫീഹി ഇലാ റബ്ബി, എന്റെ റബ്ബിങ്കലേക്ക് ഒരു ക്ഷമാപണം നടത്താൻ, ഒരു തൗബ ചെയ്യാൻ ഒരു ദിവസവും കൂടി അനുവദിക്കുമോ? ആ സമയത്ത് അസ്റായീലിന്റെ മറുപടി, മോനെ നിനക്കൊരുപാട് ദിവസങ്ങൾ കിട്ടിയതാ, ഫനിയത്തിൽ അയ്യാമു ഫലാ യൗം, നിന്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി, ഇനി ഒരു ദിവസം നിനക്ക് ബാക്കിയില്ലടാ. ആ സമയത്ത് നിസ്സഹായനായി നിർഭാഗ്യവാനായ ഈ മനുഷ്യൻ മലക്കുൽ മൗത്തിനോട് യാചിക്കുകയാണ്, എങ്കിൽ ഫഅഖിർനീ സാഅ, ഒറ്റ ഒരു മണിക്കൂർ എനിക്ക് അനുവദിക്കുമോ? ഒരുപാട് പ്രശ്നങ്ങൾ ഒതുക്കുവാനുണ്ട്, ഞാൻ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കട്ടെ. ആക്രമിച്ചത്, അവിഹിതമായി പിടിച്ചത്, അതെ, ഇതൊക്കെ ഒന്ന് വിട്ടുകൊടുക്കട്ടെ. ഞാൻ ഒരുപാട് വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി പോയി. ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. വഅഅ്തദിറു ഇലാ റബ്ബി, ഞാനൊരു തൗബ ചെയ്യട്ടെ. അഖിർനീ സാഅ, അസ്റായീൽ വന്ന് നിൽക്കുകയാണ്. എടോ നിന്റെ സമയമായിട്ടുണ്ട്, കടക്കടാന്ന് പറയുകയാണ്. പരിസരത്ത് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന നമ്മളാരും ഇത് കാണുന്നില്ല, ഇവൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ഇയാൾ പറയുന്നു, 1 മണിക്കൂർ തരുമോ? ആ സമയത്ത് പറയുന്നടോ, 1000 മണിക്കൂറുകൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എല്ലാ മണിക്കൂറുകളും തീർന്നുപോലെ, ഈ 1 മണിക്കൂറില്ല, അരമണിക്കൂറില്ല സമയമായിട്ടുണ്ട്. അവിടെ ഇട്ട് റൂഹങ്ങ് പിടിക്കുമ്പോൾ, ആത്മാവ് ഉൾവലിയുമ്പോൾ, മുഖം കറുത്തു പോകുമ്പോൾ
സഹോദരന്മാരെ, അത് ഭീകരമായ മരണമാണ്. ആ തരത്തിലുള്ള മരണം പടച്ചറപ്പ് നമുക്കാർക്കും വിധിക്കാതിരിക്കുമാറാകട്ടെ. ഏതായാലും ഒരാൾ മരിച്ചു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വിശദീകരിക്കൂല. ഇൻഷാ അല്ലാഹ് വേറെ ഏതെങ്കിലും പ്രസംഗത്തിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ നമുക്ക് നിയമങ്ങൾ പറയണ്ടേ. പിന്നെ ഞാൻ ഈ നിയമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കുറച്ച് വയത് കൂടി കലർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. നിങ്ങൾ മാത്രമല്ല, ഒരു പക്ഷേ കാസറ്റ് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് കേൾക്കുന്ന ആളുകളും ഉറങ്ങിപ്പോവാം. നമ്മുടെ അധ്വാനം വെറുതെ പോകും. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ലക്ഷ്യം പറയുന്നത് ഇത്രയൊക്കെ പറയുമ്പോ പറഞ്ഞ എനിക്ക് പടച്ചോനെ ജീവിതത്തിന്റെ അവസാന നിമിഷം ഒരു മണിക്കൂറിൽ ചോദിച്ചാൽ പോലും കിട്ടൂല എന്ന് പ്രസംഗിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തിന് ഒരു സെക്കൻഡും പാഴാകരുത് എന്ന് എനിക്ക് തോന്നണം, കേൾക്കുന്ന നിങ്ങൾക്കും തോന്നണം. അതുപോലെ നമ്മുടെ ഖൽബ് നന്നാകണം, നമ്മുടെ ജീവിതത്തിന് ഈ ശബ്ദം ഉപകാരപ്പെടണം. അതുകൊണ്ട് ഞാൻ ചില ചരിത്രങ്ങളും ചില ആയത്തുകളുമൊക്കെ ഈ കൂട്ടത്തിൽ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം, സമയമുണ്ടായത് കൊണ്ടല്ല. ഏതായാലും ഇതാ ഇദ്ദേഹം മരിച്ചു എന്ന് സ്ഥിരീകരിക്കൽ എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് മരണം സ്ഥിരീകരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലേ? മരിച്ചാൽ മനസ്സിലാവില്ല മരിച്ചു തിരിയും. ഒരാൾ മരിച്ചാലേ മരിച്ചു എന്ന് വേഗം ബോധ്യപ്പെടൂലേ? പക്ഷേ ഡോക്ടർമാര് മരിച്ചു എന്ന് വിധി എഴുതിയിട്ട് എണിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പത്രത്തിൽ ഇടക്കിടക്ക് വാർത്ത വരലുണ്ട്. ഈ 5-6 മാസം മുമ്പല്ലേ ഒരു ചെറിയൊരു കുട്ടി മയ്യത്ത് കുളിപ്പിക്കണ ആ കുട്ടിന്റെ കയ്യിന്റെ വിരൽ ഇങ്ങനെയാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട് ഒരു സുബ്ഹാനല്ലാഹ്. ഞാൻ പത്രം കണ്ടിട്ടില്ല, എനിക്ക് നേരം വെളുത്തിട്ട് ളുഹർ വരെ ഒരു 2 റക്അത്ത് ഉറങ്ങാനുണ്ടായിരുന്നു. തസ്ബീഹ് പോലെയാണ് അത്. ളുഹർ വരെ കണ്ടിട്ടുണ്ടോ പത്രത്തിൽ? ഞാൻ ഏതോ ഒരു പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്ത കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മരണം ഏതായാലും അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇന്നത്തെ നിലയിൽ നമുക്ക് ടെലിഫോണിൽ ബന്ധപ്പെടാനും പെട്ടെന്ന് ഡോക്ടർ വരാനും ചെക്ക് ചെയ്ത് നോക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. എന്നാലും പണ്ഡിതന്മാര് അവരവരുടെ കിതാബിൽ ഒരാൾ മരിച്ചു എന്ന് തീരുമാനിക്കാൻ ചില അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും കാണൂല. മരണത്തിന് ചില ലക്ഷണങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അവന്റെ 2 കാൽപാദങ്ങൾ തളരുക. നമുക്ക് മനസ്സിലാകുന്ന ചിലതൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അവന്റെ മൂക്ക് ചായുക, ചെരിയുക. മുഖത്തിന്റെ തോല് നീളുക. അതുപോലെ അവന്റെ നെറ്റിയുടെ തലയുടെ ഈ ചെന്നി അത് കുഴിയുക. ഇങ്ങനെയൊക്കെ കുറെ അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് നെറ്റിത്തടം വിയർക്കുക, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുക, പിന്നെ മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിക്കുക, സ്ഖലനമുണ്ടാവുക. ഇതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നല്ല മരണത്തിന്റെ ലക്ഷണം കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നത് ഉൾപ്പെടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നെറ്റി വിയർത്ത് കാണുക. ഏതായാലും മരണം നാം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇനി ചില നിയമങ്ങൾ പറയാണ്. കാരണം ഏതായാലും തീരൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തേക്ക് കൂടി നമ്മൾ പരിപാടി നടത്തേണ്ടി വരും. അത് ഞാൻ അവസാനം പറയാം. പിന്നെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവന്റെ 2 കണ്ണുകൾ അടച്ചു കൊടുക്കണം. എത്ര വലിയ വമ്പനായിരുന്നു! ഒരു പാവപ്പെട്ടവന്റെ കൈയൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ് കടന്നു കളഞ്ഞവനാ. പക്ഷേ ഈ മനുഷ്യന്റെ കണ്ണുപോലും ഒന്നടക്കാൻ ഇനി അവന് നിവൃത്തിയില്ല. മക്കളെ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അഹങ്കാരം തോന്നിപ്പോകരുത് കേട്ടോ. വിനയത്തോടെ താഴ്മയോടെ ജീവിക്കണം. ആണിനോടും പെണ്ണിനോടും ഒക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മൗത്തങ്ങ് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ തുറിച്ചു നോക്കുന്ന നിലക്ക് നിൽക്കും. ആ രീതിയിൽ മയ്യത്തവിടെ കിടത്തിയിട്ടാൽ അത് കാണുമ്പോൾ ഒരു ഭീകരതയുണ്ടാകും. ആളുകൾ നിലവിളിക്കാൻ കാരണമാകും.
അതുകൊണ്ട് തന്നെ മൗത്ത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിന്റെ കണ്ണടച്ചു കൊടുക്കണം. ആ സമയത്ത് പറയേണ്ടത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. കണ്ണടച്ചു കൊടുക്കുക. അതിന് തെളിവ് വേണം പറയാം. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയായി പിന്നീട് മാറിയ മഹദിയാണ്. അവരുടെ ആദ്യ ഭർത്താവ് മരിച്ച സമയത്തുള്ള ഒരു സംഭവം അവര് പറയാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ നബി തങ്ങൾ വന്നു. അപ്പോൾ വഖദ് ശഖ ബസറുഹു, മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ കണ്ണ് തുറന്നു കിടക്കുകയാണ്. ഫഅഗ്മള, നബി തങ്ങൾ കണ്ണടച്ചു. തെളിവാണ്, മരിച്ചവന്റെ കണ്ണ് അടച്ചു കൊടുക്കണം എന്ന് ശ്രദ്ധിച്ചോ. വശുദ്ധ ലഹ്യാ, ഈ മരിച്ച മനുഷ്യന്റെ താടി പിടിച്ചു തലയിലേക്ക് കെട്ടണം. വലിയൊരു കയറെടുത്തിട്ടാണ് അല്ല, വീതിയുള്ള ഒരു ശീലകഷ്ണം കൊണ്ട്. ഇതിപ്പോ എന്താണെന്നറിയോ, അതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇതിപ്പോ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞോളന്നില്ല അതൊക്കെ, പക്ഷെ ആരും ചെയ്യൂല. ചെയ്യുന്നത് ഒരു 2-3 ആൾക്കാർ മാത്രം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി മുതൽ നിങ്ങൾ ചെയ്യണം, വേറെ ആളെ കാത്തു നിൽക്കണ്ട. നമ്മുടെ ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സ്നേഹിതൻ ആരോ ഒന്ന് ജീവൻ പോയി, ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരാളെ കാത്തു നിൽക്കണ്ട. നിങ്ങൾ ഈ പഠിച്ചതുപോലെ നിങ്ങൾ ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാനിപ്പോ ഒരു ദിക്ർ പറഞ്ഞു. ദിക്റൊക്കെ വളരെ കുറച്ചേ പറയുള്ളൂ. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് പകർത്താൻ എളുപ്പത്തിന് ആ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് മയ്യത്ത് ശിക്ഷിക്കപ്പെടുമൊന്നുമില്ല. നിങ്ങളൊരു കൂലി കുറഞ്ഞു പോകുന്നു, അത്ര ആ കൂലി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടോ? കാസറ്റ് വെച്ചോളി, 2-3 പ്രാവശ്യം കേട്ടാൽ അത് നിങ്ങൾ കാണാതെ പഠിച്ചു. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണ വഴിക്ക് വഴി പഠിച്ചു വെച്ചോളൂ. ഈ മരിച്ചു കിടക്കണ മനുഷ്യന്റെ താടി പിടിച്ച് തലയിലേക്ക് കെട്ടണം. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവന്റെ എല്ലാ വമ്പത്തരവും ഇതോടെ കഴിഞ്ഞു. ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നയാളാണ്. പക്ഷേ പെട്ടാലും ചത്തേ ചകമല്ലേ പൊട്ടാ, പറഞ്ഞിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട. പെട്ടാലോ ചത്തേ ചകമല്ലേ പൊട്ടാ, പറഞ്ഞിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. ശുജായിയുടെ വരികളാണ്. ജീവനെന്ന് പോയാ പിന്നെ എന്ത് ബഹുമാനം. മത്തിന് കാണിച്ചവർ, മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തെ വിറപ്പിച്ചു പ്രകടനം നടത്തിയവർ, ആരും ഇവിടെ കാണട്ടെ എന്ന് ചോദിച്ചവർ. കഴിഞ്ഞില്ലേ കഥയൊക്കെ?